പാലക്കാട് പട്ടാമ്പി നന്നമുക്കിൽ വാടക കെട്ടിടത്തിനുള്ളിൽ അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി. നന്നമുക്ക് കല്ലൂർമ സ്വദേശി ശ്രീജിത്തിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഏകദേശം 3 ദിവസത്തോളം പഴക്കമുണ്ടെന്നാണ് നിഗമനം. ആയിഷത്തുൽ ഷംന പാലക്കാടും ചേർന്നു. ഷംന, എന്താണ് സംഭവിച്ചത്? നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത സംശയിക്കുന്നുണ്ടോ? സുഹൈൽ, നിലവിൽ അങ്ങനെ ഒരു അസ്വാഭാവികതയും പറയാറായിട്ടില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ കെട്ടിടത്തിന് സമീപം, അതായത് വാടക ക്വാർട്ടേഴ്സിലാണ് ഈ ശ്രീജിത്ത് താമസിക്കുന്നത്. ഈ രാവിലെ മുതൽ തന്നെ ക്വാർട്ടേഴ്സിന് സമീപം രൂക്ഷമായ ദുർഗന്ധമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് സമീപവാസികൾ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തുന്നത്. ഈ കട്ടിലിൽ മലർന്നു കിടക്കുന്ന ഒരു നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ വാതിൽ ചാരിയിട്ട നിലയിൽ മാത്രമായിരുന്നു, അകത്തു നിന്ന് കുറ്റിയോ മറ്റോ ഇട്ടിരുന്നില്ല. എന്തായാലും മൃതദേഹത്തിന് 3 ദിവസത്തിലധികമായി പഴക്കമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. മരണപ്പെട്ടത് കല്ലൂർമാട് സ്വദേശി പടിക്കൽ വീട്ടിൽ ശ്രീജിത്താണ്. ഇയാൾ 2 മാസത്തോളമായി ഈ വാടക ക്വാർട്ടേഴ്സിലാണ് താമസം. ഒരു സ്വകാര്യ ഫർണിച്ചർ കമ്പനിയിൽ മാർക്കറ്റിംഗ് വിഭാഗത്തിലാണ് ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ 3 ദിവസത്തോളമായി ഇയാളെ ഫോണിൽ ബന്ധപ്പെടാൻ പലരും ശ്രമിച്ചിരുന്നെങ്കിലും കിട്ടിയിരുന്നില്ല. അതിന് കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. ഒപ്പം തന്നെ ഈ ശ്രീജിത്ത് അസുഖബാധിതനായിരുന്നു എന്നും ഈ മരണത്തിലേക്ക് നയിച്ച മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും അസ്വാഭാവികതകളൊന്നും ഇല്ല എന്നാണ് പോലീസിന്റെ നിഗമനം. ആയിഷത്തുൽ ഷംനയാണ് പാലക്കാട് എന്ന വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.